Merciless Ice Cream presents behind Woods Shakdi Street, supported by Nandinath Gmart. Merciless Ice Cream വ്യത്യാസം മനസ്സിലാക്കൂ, നല്ലത് മാത്രം കഴിക്കൂ. ഗോപു നന്ദിലത്ത് ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും. അപ്പം എൻ്റെ 16ാമത്തെ വയസ്സിൽ ബർത്ത്ഡേക്ക് എനിക്ക് 16 കത്ത് എഴുതി അയച്ചു. യെസ്, അതാണ് അന്നത്തെ കാലത്തുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. ഇന്ന് ആരെങ്കിലും ചെയ്യും അങ്ങനെ അറിഞ്ഞുകൂടാ. എൻ്റെ അച്ഛനത് 16 കത്തും ഹൈദരാബാദിലേക്ക് കൊറിയർ ചെയ്ത് എനിക്ക് അവിടെ കിട്ടി. അതിന് ഞാൻ ഓരോ ദിവസവും ഓരോ കത്തായിട്ട് വായിച്ചു. എന്നെ പോലത്തെ പയ്യൻ അവിടെ കിട്ടും. ഇത്രയും തങ്കപ്പെട്ട സ്വഭാവം, ഇത്രയും തങ്കപ്പെട്ട സ്വഭാവം. ടീച്ചർമാർക്കെല്ലാം എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. മുതലാണ് അനീഷ ജീവിരാജിൽ വരുന്നത്. ഇത് എന്നെക്കാളും പഠിപ്പിച്ചു. ആ ഒരു കോംപ്ലക്സ് ഉണ്ടല്ലോ, അതിൽ നിന്നാണ് ഈ പ്രണയം തുടങ്ങുന്നത്. അപ്പൊ ടീച്ചർമാർ പതുക്കെ അവളോട് ചായാൻ തുടങ്ങി. അപ്പൊ പിന്നെ ഞങ്ങൾ പിന്നെ ശത്രുക്കളായി എന്ന് പറഞ്ഞാൽ അവൾക്കൊരു അടി കിട്ടുമ്പോൾ എനിക്ക് സന്തോഷം, എനിക്കൊരു അടി കിട്ടുമ്പോൾ അവൾക്ക് സന്തോഷം, നമ്മൾ ബുക്ക് വെച്ചില്ലെങ്കിൽ അടുത്ത പ്രശ്നം. അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടാണ് ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ചെയ്യുന്നത്. പിന്നെ കാണാണ്ടൊക്കെ ഇരിക്കുമല്ലോ, അപ്പോഴാണല്ലോ നമ്മൾ ഈ ഒരു മിസ്സിങ് മനസ്സിലാവുന്നത്. അവിടെ നിന്നാണ് എന്തൊരു സ്പെഷ്യൽ ഫീൽ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. ബോളിവുഡും ക്രിക്കറ്റും. യെസ്, മുംബൈ എന്നുള്ളൊരു നഗരം തന്നെ ക്രിക്കറ്റിന് വേണ്ടിയിട്ടുള്ള നഗരമാണ്. അവിടെ എല്ലായിടത്തും ആളുകൾ ക്രിക്കറ്റ് കളിക്കും. ഒരു ഇത്രയും ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ അവർ ക്രിക്കറ്റ് കളിക്കും. ക്രിക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് സ്റ്റാർസ് ഫുള്ളാണ്. വിരാട് കോഹ്ലി എന്ന് തുടങ്ങിയിട്ട് ഒരു ലെവൽ മൊത്തം സ്റ്റാർസാണ്. ഇപ്പം വിരാട് കോഹ്ലി ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു 10 മിനിറ്റ് കൊണ്ട് അത് 2-3 മില്യൺ ആൾക്കാർ ചുമ്മാ ലൈക്കും ഷെയറും ചെയ്യുന്നൊരു കാര്യമാണ്. അച്ഛൻ പണ്ടൊരു പശുവിനെ വിറ്റ കാശ് കൊണ്ടാണ് നമുക്കുള്ള കിറ്റ് ഏറ്റവും ആദ്യമായിട്ട് വാങ്ങിച്ചു തന്നത്. അന്ന് ആ പശു ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്നൊരു ഒളിമ്പിക്സിൽ മെഡൽ ഉണ്ടാവില്ലായിരുന്നു. വീട്ടിലെന്നും ചോറുണ്ട്. ഇതുവരെ ജീവിതത്തിൽ പട്ടിണി എടുത്തിട്ടില്ല. കറി എന്താണെന്ന് ചോദിക്കരുത്. അന്ന് പശുവിനെ വിറ്റ കാശ് കൊണ്ടാണ് എനിക്ക് ആദ്യമായിട്ട് പാഡ് വാങ്ങി തരുന്നത്. നമുക്ക് എല്ലാ സ്പോർട്സ് താരങ്ങളുടെ ലൈഫിൽ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ടാവും. ഞാൻ ആദ്യം ക്യാമ്പിൽ ചെല്ലുമ്പോൾ 4ാമത്തെ 5ാമത്തെ ഗോൾ കീപ്പറാണ്. അവിടെ നിന്നും 2 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കുന്നത്. 2 വർഷത്തോളം ജൂനിയർ ടീമിന്റെ മെയിൻ ഗോൾ കീപ്പറും 2006 വരുമ്പോഴാണ് ഒരു കൺസിഡറേഷനിൽ ഞാൻ ആദ്യമായിട്ട് സീനിയർ ടീമിന് വേണ്ടി കളിക്കുന്നത്. അതായത് 2009 സീനിയറിലേക്ക് മെയിനായിട്ട് കയറുന്നത്. ഒരു 12 വർഷം ഇരുന്നും ആ ടീമിൽ നിന്ന് പുറത്തുപോയും ടീമിന്റെ സെക്കൻഡ് ഗോൾ കീപ്പറായിട്ട് ഇരുന്നിട്ടൊക്കെയാണ് ഇന്ത്യൻ ടീമിന്റെ മെയിൻ ഗോൾ കീപ്പറായിട്ട് വരുന്നത്. അതിനുശേഷമുള്ള കാലഘട്ടങ്ങളിൽ വേറൊരുത്തനും അങ്ങോട്ട് കയറാത്ത രീതിയിൽ നമ്മളെ നടത്തുക. നമ്മൾ ജീവിരാജയുടെ കാര്യം പറഞ്ഞ സമയത്ത് പിന്നെ വരാം എന്ന് പറഞ്ഞ് മാറ്റി വെച്ച ഒന്നുണ്ട്. അതെ, അനീഷയുമായിട്ടുള്ള പ്രേമം അത് എവിടെയായിരുന്നു ഏറ്റവും ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇതൊരു കോംപ്ലക്സ് ആയിരുന്നു ആദ്യം. കാരണം 8ാം ക്ലാസ്സിൽ ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ സ്പോർട്സ് താരങ്ങൾ വളരെയധികം എഡ്യൂക്കേറ്റഡ് അല്ല, പഠിക്കുന്നവരൊന്നുമല്ല. പക്ഷെ ഞാൻ അത്യാവശ്യം നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു. ഇവിടുന്ന് പോയപ്പോഴാണെങ്കിലും അത്യാവശ്യം ക്ലാസ്സിൽ ഒരു ടോപ്പ് 3 എപ്പോഴും ഉണ്ടാവുമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ജീവിരാജ് സ്പോർട്സ് സ്കൂളിൽ ചെല്ലുമ്പം സ്പോർട്സ് ചെയ്യുന്നു, ഓക്കെ, പക്ഷെ എന്നാലും പഠിക്കുമായിരുന്നു. അപ്പോൾ ടീച്ചർമാർക്കെല്ലാം എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു കായിക സത്യം നല്ലൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പം അങ്ങനെ ചെന്നു. ക്ലാസ്സിൽ ടീച്ചർമാരെല്ലാം പറ്റി നന്നായി പഠിക്കുന്ന കുട്ടി. അപ്പോൾ ആ ഗ്രേഡിൽ അങ്ങനെ പോകുന്നു. 8ാം ക്ലാസ്സിൽ 9ലാണ് അനീഷ ജീവിരാജിൽ വരുന്നത്. 9ാം ക്ലാസ്സിൽ വരുന്നു, ജോയിൻ ചെയ്യുന്നു. ഇത് എന്നെക്കാളും പഠിപ്പിച്ച്. അതെ, സത്യം പറഞ്ഞാൽ അവിടെയാണ് ആ ഒരു കോംപ്ലക്സ് ഉണ്ടല്ലോ, അതിൽ നിന്നാണ് ഈ പ്രണയം തുടങ്ങുന്നത്. അപ്പം എനിക്ക് ഒരു ഫിസിക്സിൽ ഒരു 40 മാർക്ക് ആണെങ്കിൽ ഇവൾക്ക് 49. എനിക്ക് മാത്സിന് ചിലപ്പം 42 ആണെങ്കിൽ ഇവൾക്ക് 50. ഇങ്ങനെയൊക്കെയാണ് മാർക്ക് വരുന്നത്. അപ്പൊ ടീച്ചർമാർ പതുക്കെ അവളോട് ചായാൻ തുടങ്ങി. യെസ്, അപ്പൊ പിന്നെ ഞങ്ങൾ പിന്നെ ശത്രുക്കളായി എന്ന് പറഞ്ഞാൽ അവൾക്കൊരു അടി കിട്ടുമ്പോൾ എനിക്ക് സന്തോഷം, എനിക്കൊരു അടി കിട്ടുമ്പോൾ അവൾക്ക് സന്തോഷം, നമ്മൾ ബുക്ക് വെച്ചില്ലെങ്കിൽ അടുത്ത പ്രശ്നം. അപ്പം അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടാണ് ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇടയ്ക്ക് 10ാം ക്ലാസ്സിലെത്തി. 10ാം ക്ലാസ്സിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ ഇന്ത്യൻ ക്യാമ്പിൽ പോകാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അന്നേരം ക്ലാസ് മിസ്സാവാൻ തുടങ്ങി. അപ്പം നോട്ട്സ് മേടിക്കാൻ തുടങ്ങി. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണും. പിന്നെ കാണാണ്ടൊക്കെ ഇരിക്കുമല്ലോ, അപ്പോഴാണല്ലോ നമ്മൾ ഈ ഒരു മിസ്സിങ് മനസ്സിലാവുന്നത്. അപ്പം ഞാനിങ്ങനെ ഒരിക്കൽ ക്യാമ്പിൽ പോയിച്ച് തിരിച്ചു വരുന്ന സമയത്ത് റൂമിലേക്ക് പോകുന്നു. അനീഷ് എന്നെ കാണുന്നു, എന്നെ കൈവക്കി കാണിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു കണ്ടന്റ് സന്തോഷം, എക്സൈറ്റ്മെന്റ് ഞാനും കൈവക്കി കാണിക്കുന്നു. അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എന്തൊരു സ്പെഷ്യൽ ഫീൽ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അപ്പം 8ാം ക്ലാസ്സിൽ തുടങ്ങി. അത് കഴിഞ്ഞ് 10ൽ പോയി, ജീവിരാജിൽ നിന്നും പോയി. പിന്നെ 2 വർഷം ഞങ്ങൾ ലെറ്റർ മാത്രമേ എഴുതിയിട്ടുള്ളൂ. 2 വർഷം കണ്ടിട്ടില്ല, ലെറ്റർ മാത്രം. അപ്പോഴും എൻ്റെ വീട്ടിൽ എനിക്ക് കുഴപ്പമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഓൾറെഡി അറിയാം. അപ്പം എൻ്റെ 16ാമത്തെ വയസ്സിൽ ബർത്ത്ഡേക്ക് എനിക്ക് 16 കത്ത് എഴുതി അയച്ചു. യെസ്, അതാണ് അന്നത്തെ കാലത്തുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. ഇന്ന് ആരെങ്കിലും ചെയ്യും അങ്ങനെ അറിഞ്ഞുകൂടാ. അത് എൻ്റെ വീട്ടിലേക്ക് അയച്ചു. എൻ്റെ അച്ഛനത് കൊറിയർ ചെയ്ത്, ഞാനന്ന് ക്യാമ്പിലായിരുന്നു. 16 കത്തും ഹൈദരാബാദിലേക്ക് കൊറിയർ ചെയ്ത് എനിക്ക് അവിടെ കിട്ടി. അതിൽ നിന്ന് ഞാൻ ഓരോ ദിവസവും ഓരോ കത്തായിട്ട് വായിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു. അത് കഴിഞ്ഞ് അനീഷ ഇവിടെ പാലയിൽ പഠിക്കാൻ വന്നു. എന്താ പറയുന്നത്, എൻട്രൻസിന് വേണ്ടിയിട്ട്, മെഡിക്കൽ എൻട്രൻസിന് വേണ്ടിയിട്ട്. അന്നേരമാണ് ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ഞാൻ ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് കണ്ടിട്ടുള്ളൂ. എന്താണ് സുഖമാണ്, ശരി, ഞാൻ പോട്ടെ, എനിക്ക് പോകണം, ശരി, പോയി. അത് കഴിഞ്ഞിട്ട് ഒരു റെഗുലർ കമ്മ്യൂണിക്കേഷനായി സംസാരിക്കുമായിരുന്നു. പിന്നെ അന്ന് ആ സമയത്തൊക്കെയാണ് മൊബൈൽ കയ്യിലേക്ക് വരുന്നത്. അപ്പോൾ പിന്നെ മൊബൈൽ നമ്പറുണ്ട്, ഇടയ്ക്ക് വിളിക്കും, കോയിൻ ബോക്സിൽ നിന്നൊക്കെ വിളിക്കും.
പിന്നെ അങ്ങനെ കുറച്ചു കാലം കണ്ടു. പിന്നെ അവൾ പഠിക്കാൻ പോയി, BAMS പഠിക്കാൻ വേണ്ടിയിട്ട് തൃശ്ശൂർ പോയി. അപ്പോഴത്തേക്കും പിന്നെ നമ്മളും കുറച്ച് ഫിനാൻഷ്യലി സെക്യൂർഡായി, ബൈക്ക് മേടിച്ചു. പിന്നെ ബൈക്കും കൊണ്ട് പോക്കലായി, കാണലായി. അപ്പം അങ്ങനെ ഗ്രാജുവലി ഉള്ളൊരു പ്രോഗ്രഷൻ ആയിരുന്നു. അനീഷയുടെ വീട്ടില് നമ്മുടെ വീട്ടിലെ പോലെ അത്ര സ്മൂത്ത് ആയിരുന്നു കാര്യങ്ങള്? ഇല്ല, അവർക്ക് ആദ്യം അറിഞ്ഞുകൂടായിരുന്നു. അപ്പം ഞാനൊരിക്കൽ ജർമ്മനി പോയി. ജർമ്മനിയിൽ കളിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് അറിയാം, അല്ലാണ്ട് ഇങ്ങനത്തെ ഒരു റിലേഷൻ ആയിരുന്നു ഒരിക്കലും അറിഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ ജർമ്മനി കളിക്കാൻ പോയി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു അവിടെ ചെന്ന് ഇറങ്ങി ഞങ്ങളൊരു റിമോട്ടഡ് ആയിട്ടുള്ള ഏരിയയിലായിരുന്നു. അപ്പം കോൾ ചെയ്യാൻ പറ്റിയില്ല, ആളുമായിട്ട് കോണ്ടാക്ട് മിസ്സായി. അപ്പോൾ ഒരു ഒന്നര ആഴ്ചയോളം കോണ്ടാക്ട് ചെയ്യാൻ പറ്റാണ്ട് പിന്നെ ഞാൻ വിളിച്ചു. അപ്പോഴത്തേക്ക് ആൾ ഭയങ്കര ഡെസ്പായി. ഇത്രയും കാലം സംസാരിക്കായിരുന്നു. അപ്പോൾ വീട്ടിലായിരുന്നു. അപ്പോൾ വീട്ടുകാർക്ക് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ട്. അപ്പം അങ്ങനെയാണ് ആദ്യമായിട്ട് വീട്ടിൽ അറിഞ്ഞത്. അതിനുശേഷം ഞാൻ ജർമ്മനി പോയിട്ട് വന്നതിന് ശേഷം അവിടെ വീട്ടിൽ പോയി ആളെ കണ്ടു, സംസാരിച്ചു. അപ്പം എല്ലാവർക്കും കുഴപ്പമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നെ പോലത്തെ ഒരു പയ്യൻ അവിടെ കിട്ടും. ഇത്രയും തങ്കപ്പെട്ട സ്വഭാവം, ഇത്രയും തങ്കപ്പെട്ട സ്വഭാവം, നല്ല ജോലി, ഒരു കുഴപ്പമുണ്ടായില്ല. ഞാനന്ന് ബാങ്കിലായിരുന്നു, IOBയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം വേറൊരു കുഴപ്പമൊന്നുമില്ല, ഇന്ത്യൻ ടീമിൽ കളിക്കുന്നു. അപ്പം പിന്നെ അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഭാര്യ വീട്ടുകാരും മരുമകൻ ഒളിമ്പിക്സിന് പോയിക്കുക എന്നൊക്കെയുള്ള ലൈനിലായിരുന്നു. അല്ല അങ്ങനെയല്ല. അപ്പം നാട്ടിൽ പറയുന്നത് ഇപ്പോൾ അച്ഛയൊക്കെ വരുമ്പോഴത്തേക്ക് അവർ പറഞ്ഞാൽ ഇല്ല മോൻ മെഡലും മേടിച്ചിട്ട് വന്നിട്ടുള്ളൂ, ഞങ്ങളൊന്ന് പോയിച്ചു വരാം, ഗവർണറൊക്കെ വരും, മിനിസ്റ്റേഴ്സൊക്കെ വരും, ഒന്ന് കണ്ടേച്ചു വരാം. അതേ ഉള്ളൂ. ഏതാ ലെവല്? ഇല്ല, സത്യമായിട്ട് ഇതൊക്കെ ചില ഭാഗ്യങ്ങളാണ്. എനിക്ക് പത്മശ്രീ മേടിച്ചപ്പം എൻ്റെ വൈഫിൻ്റെ അച്ഛനും എൻ്റെ അച്ഛനുമാണ് കൂടെ വന്നത്. അപ്പം അവിടെ പോന്നു, നമ്മൾ അവാർഡ് സെറമണി കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം വന്ന് നിൽക്കുന്നു. അപ്പോൾ പ്രൈം മിനിസ്റ്റർ വന്ന് കൈയൊക്കെ തന്നിട്ട് പോകുന്നു, അല്ലെങ്കിൽ സ്പോർട്സ് മിനിസ്റ്റർ വരുന്നു, പ്രസിഡന്റ് വന്ന് എല്ലാവർക്കും നമസ്തേ പറഞ്ഞിട്ട് പോകുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ രാജക്കാടാണ് വൈഫിൻ്റെ വീട്. അപ്പോൾ രാജക്കാടിൽ നിൽക്കുന്ന ഒരാൾക്ക് അവിടെ വരെ എത്തണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു ദൈവഭാഗ്യം എന്നല്ലാണ്ടൊന്നുമല്ലോ. ചില നിമിത്തങ്ങൾ അങ്ങനെയാണ്, നമുക്ക് വേണ്ടി എഴുതിയിട്ടുണ്ടാകും ചില കഥകൾ, അതങ്ങനെ തന്നെ നടക്കും. യെസ്, നമ്മൾ ഒളിമ്പ്യൻ ശ്രീജേഷ് റോഡിൽ നിന്നാണ് നിർത്തിയത്. നമ്മളവിടെ ഈ കുളത്തിന്റെ കരയിൽ അവിടുത്തെ കലിങ്കിലിരുന്ന് സംസാരിക്കുന്ന സമയത്ത് അച്ഛൻ ഇപ്പോഴും ഒരു പശുവായിട്ട് അങ്ങോട്ട് പോകുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. അച്ഛൻ പണ്ടൊരു പശുവിനെ വിറ്റ കാശ് കൊണ്ടാണ് നമുക്കുള്ള കിറ്റ് ഏറ്റവും ആദ്യമായിട്ട് വാങ്ങിച്ചു തന്നത്. അന്ന് ആ പശു ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്നൊരു ഒളിമ്പിക്സിൽ മെഡൽ ഉണ്ടാവില്ലായിരുന്നു. അതൊക്കെ ജീവിതത്തിന്റെ വലിയ വലിയ പാഠങ്ങളാണ്. ചിലപ്പോൾ എനിക്ക് ഇത്രയും കാലം എന്ത് വന്നാലും മടുക്കാത്ത ഒരു എനർജി കിട്ടുന്ന ഒരു എനർജി സോഴ്സാണ് ഇങ്ങനെയുള്ള സാക്രിഫൈസസ് എല്ലാം. പണ്ട് അച്ഛന് കൃഷിയായിരുന്നു. കൃഷി എന്ന് പറയുമ്പോൾ അറിയാം, നമുക്ക് എല്ലാ വർഷത്തിലും ഒരു 1-2 പ്രാവശ്യം മാത്രം ഒരു ഇൻകം കയ്യിൽ വരുന്നൊരു ജോലിയാണത്. വീട്ടിലെന്നും ചോറുണ്ട്, പട്ടിണി കിടന്നിട്ടില്ല, ഇതുവരെ ജീവിതത്തിൽ പട്ടിണി കിടന്നിട്ടില്ല. പക്ഷെ എല്ലാ ദിവസവും ചോറുണ്ടാവും. കറി എന്താണെന്ന് ചോദിക്കരുത്, അത് എന്താണ് ഉണ്ടാവുന്നത് അന്നത്തെ കറി അതായിരിക്കും. ഹോക്കി എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ കളിയാണെങ്കിലും ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗെയിമാണ്. കാരണം കളിക്കുന്ന എന്താ പറയുന്നത് 11 പേർക്കും ഹോക്കി സ്റ്റിക്ക് വേണം, ഗോൾ കീപ്പറിൻ്റെ എക്യുപ്മെൻറ്റ്സും മേടിക്കണം, ബാക്കി പ്രൊട്ടക്ഷൻ, ഇപ്പം ഷൂ, ഷിംപാഡ്, ഗ്ലൗവ് അതെല്ലാം മേടിക്കണം, കുറച്ച് എക്സ്പെൻസീവാണ്. അപ്പോൾ ഞാൻ ഗോൾ കീപ്പർ ആവണം എന്ന് പറഞ്ഞപ്പോൾ സാർമാർ പറഞ്ഞത് നല്ലൊരു എക്യുപ്മെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നല്ലൊരു ഗോൾ കീപ്പർ ആവാൻ പറ്റുള്ളൂ. അപ്പം അതിനെന്ത് ചെയ്യണം, ആ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരുമ്പോഴാണ് ഈ പൈസയെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അന്ന് ആ കാലഘട്ടത്തിൽ വേറൊരു ഓപ്ഷൻ ഇല്ല. അപ്പം അന്ന് പശുവിനെ വിറ്റ കാശ് കൊണ്ടാണ് എനിക്ക് ആദ്യമായിട്ട് പാഡ് വാങ്ങി തരുന്നത്. അന്ന് പക്ഷേ അച്ഛനും വിചാരിച്ചാണ് മോന് ആഗ്രഹമുള്ള കാര്യമല്ലേ ചെയ്തോട്ടെ, കാരണം ഇത്രയൊന്നും അദ്ദേഹം പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവുകയില്ല. പക്ഷേ എന്നാലും ചിലപ്പോൾ കുട്ടികളാണെങ്കിലും നമുക്കൊരു കുറ്റബോധം മനസ്സിലുണ്ടാവും. അതായത് ദൈവമേ ഇത്രയും കാശ് ചിലവാക്കിയല്ലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജീവിരാജ പോയപ്പം എനിക്കൊരു 100 രൂപ തരും. 100 രൂപ അന്ന് അവിടെ ഒരു വാർഡനുണ്ട്, പുള്ളിക്കാരൻ്റെ ചെറിയ കടയുണ്ട്. അപ്പോൾ അവിടെ കൊടുത്തിട്ട് പോകും. അപ്പോൾ എന്നിട്ട് ഈ 100 രൂപയ്ക്ക് സോപ്പ് മേടിക്കാം, ബാക്കി നമ്മുടെ എന്തെങ്കിലും ആവശ്യമുണ്ട്, അലക്കണ സോപ്പ്, കുളിക്കുന്ന സോപ്പ് എല്ലാം മേടിക്കണമെങ്കിൽ അതൊക്കെ മേടിക്കണം. ഇതൊക്കെയാണ് എന്നിട്ട് അവർ മാനേജ് ചെയ്യും. എന്നിട്ട് ഞാൻ ഓണത്തിനോ ക്രിസ്മസിനോ അവധിക്ക് വീട്ടിൽ വരുമ്പോൾ ചോദിക്കും, എടാ ഈ 100 രൂപ ഇങ്ങനെ ചിലവാക്കിയെന്ന്. അപ്പം ബാക്കി എത്ര രൂപയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ അടുത്ത് പെട്ടെന്ന് ഒരു ദിവസം 3500 രൂപ വേണം, അല്ലെങ്കിൽ 5000 രൂപ പാഡ് മേടിക്കണം എന്ന് പറയുമ്പോൾ അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വലിയൊരു എമൗണ്ടാണ്. അപ്പം അങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷൻ വരുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് എപ്പോഴൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ, അതായത് ക്യാമ്പിൽ ചിലപ്പോൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്, എനിക്കിനി വേണ്ട, ഞാൻ തിരിച്ചു പോരുവാണ്, അല്ലെങ്കിൽ എനിക്ക് ഗെയിം കളിക്കണ്ട എന്ന് വെച്ചാൽ അങ്ങനത്തെ സിറ്റുവേഷൻസ് പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അന്നേരം എല്ലാം വേണ്ട, ഭക്ഷണം കിട്ടുന്നുണ്ടോ, കിടക്കാൻ സ്ഥലമുണ്ടോ, ട്രെയിനിങ് ഉണ്ടോ, ഇവിടെ നിൽക്കണം എന്ന് തോന്നിപ്പിക്കാനുള്ളൊരു മെയിൻ റീസൺ ആയിരുന്നു ആ ഒരു ഇൻസിഡൻറ്റ്. എനിക്ക് തോന്നുന്നു നമ്മളിതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു ചെറിയ പോസ്റ്റ് ഉണ്ട്. ഞാൻ ആ പോസ്റ്റ് കാണിച്ചത്. ശ്രീജേഷ് തുടങ്ങിയത് ഇങ്ങനെയാണ്, ശ്രീജേഷ് എത്തി നിൽക്കുന്നത് ഇങ്ങനെയാണ്. ഓർമ്മയുണ്ടോ ഈ പേപ്പർ കട്ടിങ്? യെസ്, 2004 വന്നതാണ്.
അന്ന് ഒരു മീശ കുരുത്ത് തുടങ്ങിയിട്ടുള്ള ഒരു നരുന്ത് പയ്യനാണ്. അതാ പറഞ്ഞത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അന്നത്തെയൊക്കെ ഗോൾ കീപ്പർ എക്യുപ്മെൻസിന് ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. 10,000-15,000 രൂപയൊക്കെ വരും. അപ്പം എങ്ങനെ മേടിക്കുമെന്ന് അറിഞ്ഞുകൂടാ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റുമോ, മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചർ ഉണ്ടോ? കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കേരളത്തിൽ നിന്ന് പോകുന്നു, പിന്നെ തിരിച്ച് ക്യാമ്പിലേക്ക് വിളിക്കുമോ, നമുക്ക് പെർഫോമൻസ് ഉണ്ടോ എന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ പലയിടങ്ങളിലും പോയിട്ട് റിക്വസ്റ്റ് കൊടുക്കുന്നത്. മിനിസ്റ്റേഴ്സിനാണെങ്കിലും MLAസിനാണെങ്കിലും ഇത് കാണുന്നവർക്ക്. കാരാ പോയി കൊടുത്തതൊക്കെ ആരായിരുന്നു? നമ്മൾ തന്നെയായിരുന്നു. അതെ, പലയിടങ്ങളിലും അച്ഛൻ അറിയാവുന്നവരുടെ അച്ഛൻ പോയി കൊടുക്കും, അല്ലെങ്കിൽ ഞാനും അച്ഛനോടെ പോയി കൊടുക്കുമായിരുന്നു. അതിന് കുറേ ഇടങ്ങളിൽ കൊടുത്തു. പക്ഷെ അന്നേരം ഞാൻ ഇന്ത്യയൊക്കെ കളിച്ചതിന് വന്നതിന് ശേഷം എനിക്കൊരു പാഡ് സാങ്ഷൻ ചെയ്ത് വന്നു. പക്ഷെ അത് ആരാന്നുള്ള പേര് ഞാൻ മറന്നുപോയി. പക്ഷെ ഒരു പാഡ് എനിക്ക് സാങ്ഷൻ ചെയ്ത് വന്നിട്ട് ഞാനത് GV രാജയിലുള്ള എൻ്റെ ഒരു ജൂനിയർ ആയിട്ടുള്ള കുട്ടിക്ക് കൊടുക്കുകയാണ് ചെയ്തത് ആ ഒരു പാഡ്. കാരണം അപ്പോഴത്തേക്ക് ഞാൻ സ്വന്തമായിട്ട് പാഡ് വാങ്ങിയായിരുന്നു. പക്ഷേ എന്ന് പറഞ്ഞാലും ഇതാണ് എപ്പോഴും ഉള്ള പ്രശ്നം. നമുക്ക് എല്ലാ സ്പോർട്സ് താരങ്ങളുടെ ലൈഫിൽ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ടാവും. ഫിനാൻഷ്യലി ആണെങ്കിലും അല്ലെങ്കിൽ ബാക്കിയുള്ള ഫെസിലിറ്റീസ് വെച്ചിട്ടാണെങ്കിലും ആ പീരീഡ് എങ്ങനെയാണോ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്, അതായിരിക്കാം നമ്മുടെ ഫ്യൂച്ചർ ഡിസ്ക്രൈബ് ചെയ്യുന്നൊരു കാര്യം. കാരണം ആ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിൽ ചിലവർ വിട്ടിട്ട് പോകും, വേണ്ട. അല്ലെങ്കിൽ ഈ 15,000 രൂപ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 10-20 വർഷം മുമ്പ് 15,000 രൂപ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു 1.5 ലക്ഷം രൂപയോളം വില തോന്നിക്കുന്നൊരു സമയം അത്. അപ്പം അത്രയും രൂപ കൊടുത്ത് മേടിക്കണോ, മേടിച്ചാൽ ഗുണമുണ്ടോ എന്നുള്ള സിറ്റുവേഷൻ ആയിരുന്നു അത്. അപ്പം അന്നൊത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സ്ട്രഗിളൊക്കെ ഞാനൊരിക്കലും എന്താ പറയുന്നത്, അതൊരു കഷ്ടപ്പാടായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഞാൻ ഇന്ന് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരുപക്ഷെ ആ സ്ട്രഗിളൊക്കെയാണ് അതിൻ്റെ അടിത്തറ. അങ്ങനെ വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇവിടെ വരെ എത്തത്തില്ലായിരുന്നു. എനിക്ക് തോന്നുന്ന ഒരു കാര്യം അതാണ്. കാരണം ശ്രീയേഷിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ഒരു ഫൈൻ മോർണിംഗ് ഇതെല്ലാം കയ്യിലേക്ക് വന്നതല്ല. നമ്മൾ ഒരുപാട് പീഡാനുഭവങ്ങൾ കഴിഞ്ഞിട്ടാണ് ഉയർത്തെഴുന്നേറ്റിട്ടുള്ളത്. സത്യം. ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. എൻ്റെ ആദ്യത്തെ ജേർണി മുതൽ ഞാൻ ആദ്യം ക്യാമ്പിൽ ചെല്ലുമ്പം ഞാൻ 4-ാമത്തെ 5-ാമത്തെ ഗോൾ കീപ്പറാണ്. അവിടെ നിന്നും 5-ാമത്തെ ഗോൾ കീപ്പറിൽ ഇരുന്ന് ഏകദേശം ഒരു 2 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കുന്നത്. അത് 2002 ക്യാമ്പിൽ പോയി 2004 എൻ്റെ ഫസ്റ്റത്തെ ഡെബ്യൂ. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 2 വർഷത്തോളം ജൂനിയർ ടീമിൻ്റെ മെയിൻ ഗോൾ കീപ്പറും സീനിയർ ടീമിൻ്റെ 5th ഗോൾ കീപ്പറുമായിരുന്നു. 2006 വരുമ്പോഴാണ് ഒരു കൺസിഡറേഷനിൽ ഞാൻ ആദ്യമായിട്ട് സീനിയർ ടീമിന് വേണ്ടി കളിക്കുന്നത്. അത് കഴിഞ്ഞിട്ടും ഏകദേശം 2 വർഷത്തോടെ ജൂനിയർ കളിച്ചു. അതും കഴിഞ്ഞ് ഒരു 4 വർഷം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതായത് 2009 സീനിയറിലേക്ക് മെയിനായിട്ട് കയറുന്നത്, അതും സെക്കൻഡ് ഗോൾ കീപ്പറായിട്ട്. അദ്ദേഹത്തിൻ്റെ പുറകിലും ഏകദേശം ഒരു 4 വർഷം കളിച്ചതിന് ശേഷമാണ് മെയിൻ ഗോൾ കീപ്പറായിട്ട് വരുന്നത് തന്നെ. അതായത് ഏകദേശം ഒരു 12 വർഷം ഇരുന്നും ടീമിൽ നിന്ന് പുറത്തു പോയും ടീമിൻ്റെ സെക്കൻഡ് ഗോൾ കീപ്പറായിട്ട് ഇരുന്നിട്ടൊക്കെയാണ് ഇന്ത്യൻ ടീമിൻ്റെ മെയിൻ ഗോൾ കീപ്പറായിട്ട് വരുന്നത്. അതിന് ശേഷമുള്ള കാലഘട്ടങ്ങളിൽ വേറൊരുത്തനും അങ്ങോട്ട് കയറാത്ത രീതിയിൽ നമ്മളങ്ങ് അടച്ചു വെച്ചു. കാരണം അത്രയും കാലത്തെ സ്ട്രഗിളും അത്രയും കാലത്തെ എക്സ്പീരിയൻസും നമ്മൾ ഉപയോഗിച്ചു എന്ന് വേണം പറയാൻ. പിന്നെ ഓരോ നിമിഷങ്ങളിലും ഇപ്പം ഞാൻ പറഞ്ഞു, ഇന്ത്യൻ ഹോക്കിയുടെ ഗോൾ കീപ്പിംഗ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഏതൊരു ഗോൾ കീപ്പർ വന്നാലും അതൊരു റെസ്പോൺസിബിൾ പൊസിഷനായിരിക്കും. കാരണം നമ്മൾ വച്ചിരിക്കുന്ന ഗോൾ കീപ്പറിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അത്ര ഹൈയിലാണ് ഇപ്പം. അപ്പം ആര് വന്നാലും അത് അവർക്കൊരു റെസ്പോൺസിബിലിറ്റി ആയിരിക്കും. ഞാനൊരു ഫോട്ടോ കൂടി കാണിച്ചു തരാം. ഇത് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. 2024 2020 നേടിയിട്ട് ഇന്ത്യൻ ടീം ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് കിട്ടിയ സ്വീകരണമാണിത്. പക്ഷെ നമുക്കിങ്ങനെ ഒരു സ്വീകരണത്തിന്റെ ഫോട്ടോ എന്തെങ്കിലും ഒരു കാലത്ത് ഹോക്കിക്ക് ഉണ്ടാകും എന്ന് വിചാരിക്കുന്നുണ്ടോ? ഇത് 2-3 കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞുതരാം. പോപ്പുലാരിറ്റി പ്ലെയേഴ്സിന്റെ അത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ മുംബൈ എന്ന് ബോളിവുഡും ക്രിക്കറ്റും അത് കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ പോപ്പുലാരിറ്റി ഒന്നത്, മുംബൈ എന്നുള്ളൊരു നഗരം തന്നെ ക്രിക്കറ്റിന് വേണ്ടിയിട്ടുള്ള നഗരമാണ്. അവിടെ എന്താ പറയുന്നത്, ഒരു ബ്രിഡ്ജിൻ്റെ താഴെയാണെങ്കിലും എവിടെ എല്ലായിടത്തും ആളുകൾ ക്രിക്കറ്റ് കളിക്കുന്നു. ഒരു ഇത്രയും ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞാൽ അവർ ക്രിക്കറ്റ് കളിക്കും. അപ്പം പിന്നെ രണ്ടാമത്തെ സ്റ്റാർസ്, അവരുടെ ക്രിക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് സ്റ്റാർസ് കൂടുതലാണ്. വിരാട് കോഹ്ലി എന്ന് തുടങ്ങിയിട്ട് ഒരു ലെവൽ മൊത്തം സ്റ്റാർസാണ്. അവരുടെ മില്യൺ ഫോളോവേഴ്സും. ഇപ്പം വിരാട് കോഹ്ലി ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു 10 മിനിറ്റ് കൊണ്ട് അത് 2-3 മില്യൺ ആൾക്കാർ ചുമ്മാ ലൈക്കും ഷെയറും ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം ഇവരൊന്ന് നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഈ വരുന്നവർ മൊത്തം. അത് ആ സ്നേഹമാണ്, ആ ഗെയിമിനോടുള്ള സ്നേഹമാണ്. അപ്പോൾ അതുപോലത്തെ ഒരു സ്നേഹം നമ്മൾ ജനറേറ്റ് ചെയ്യണം, ആളുകളിലേക്ക് ഈ ഗെയിം എത്തിക്കണം. അത് ഒരിക്കലും ഞങ്ങൾ 10 മെഡൽ മേടിച്ചിട്ടും കാര്യമില്ല. മീഡിയയിലൂടെ അവർ കാണാത്തിടത്തോളം കാലം, അല്ലെങ്കിൽ ഒരു ഗെയിം എല്ലാ ദിവസവും കാണാത്തിടത്തോളം കാലം അവരിലേക്ക് അത് എത്തത്തില്ല.
അപ്പം നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിൻ ചെയ്യും. ഇപ്പം ഈ ഒരു ഒളിമ്പിക്സ് 2 ഒളിമ്പിക്സിൽ അടുത്തടുത്ത് മെഡലായി. അടുത്ത ഒളിമ്പിക്സിൽ എന്തായാലും നമ്മൾ ഇതിനേക്കാളും നല്ലത് ഗോൾഡോ സിൽവറോ ഉറപ്പാണ്. അടുത്ത വേൾഡ് കപ്പിൽ നമുക്കൊരു മെഡൽ ഉറപ്പായിട്ട് കിട്ടും. ഇനിയൊരു 10 വർഷത്തിനുള്ളിൽ എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ പോട്ടെ 2036 പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് നമ്മളായിരിക്കാം 36 ഒളിമ്പിക്സ് ഹോസ്റ്റ് ചെയ്യുന്നതെന്നാണ്. അപ്പം 36 ഒളിമ്പിക്സിൽ എനിക്ക് തോന്നുന്നു ഓരോ ഭാരതീയനും എന്താ പറയുക, നമ്മുടെ മെഡൽ വിന്നേഴ്സിനെ ഇതുപോലെ തന്നെ സ്വീകരിക്കും. അത് ഫോർ ഷുവറാണ്, ഉറപ്പായിട്ടും. Merciless Ice Cream presents Behind Woods Shakti Street, supported by Nandirat Gmart. Merciless Ice Cream, വ്യത്യാസം മനസ്സിലാക്കൂ, നല്ലത് മാത്രം കഴിക്കൂ. ഗോപു നന്ദിലത്ത് ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.